35 വർഷമായി ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. വിശേഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷമാണ് ഇത്രയും ക്യാരക്ടർ റോളിലേക്ക് എന്നെ വിളിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിന് എന്തൊക്കെ വേണം എനിക്ക് തന്നൊരു ക്യാരക്ടറാണ്. ഞാനൊരു 10 പേരെയാണ് മോളുടെ എൻഗേജ്മെന്റ്. ആദ്യ കാർഡ് കൊടുക്കുന്ന മമ്മൂക്കയ്ക്കാണ്. മമ്മൂക്കയുടെ പുതിയ പടം ഗൗതം മേനോന്റെ പടത്തിന്റെ ഷൂട്ട് നടക്കുക. ആ സെറ്റിൽ നിന്ന് കൃത്യം ടൈമിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ആ ഒരു സമയത്ത് വരുമെന്ന്. മമ്മൂക്ക അങ്ങനെയാ. മമ്മൂക്കയ്ക്ക് വരുന്ന കുറച്ച് ഫുഡ് ഞങ്ങൾ കഴിക്കാം. അതെപ്പോഴും ഉണ്ട്. ഇന്നിപ്പോ എനിക്കാണെങ്കിൽ അടുത്ത ദിവസം വിളിച്ചിരുത്തും. പാക്കപ്പിന് മുമ്പ് എല്ലാവർക്കും ഒരു മട്ടൻ ബിരിയാണി എല്ലാവർക്കും കൊടുക്കും. ആ മട്ടൻ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ട്. ഞാനും ഈ ഷിജുവും വർക്ക് ചെയ്ത രാഷ്ട്രം. ഞാനാണ് അതിന്റെ ഡയലോഗ്. ഞാൻ പിന്നെ ഗോസ്റ്റ് റൈറ്റർ ആയിരുന്നു ആ സിനിമയുടെ. ഇദ്ദേഹത്തിന് അവിടെ ഞങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആളാണ്. പക്ഷെ ആ സമയത്ത് സുരേഷ് ഏട്ടൻ വന്ന് ഈ ഡയലോഗ് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യും, ബദലിന്റെ ഡയലോഗ് അല്ലേ ഇത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളാം. അപ്പൊ ബൈജു നിന്നൊരു നിപ്പുണ്ടായിരുന്നു. കീർത്തിയേക്കര എന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. അപ്പോൾ ഷിജു ഇങ്ങനെ ഒരുപാട് ഡയലോഗ്സ് എനിക്ക് എഴുതും. അപ്പൊ മേജർ വന്നിട്ട് ഇത് ബൈജു, ഇത് എല്ലാ ദിവസവും എല്ലാ സീനിലും ബൈജു തന്നെയാണല്ലോ ഫുൾ ഡയലോഗ്, അത് വിട്ടു. വിശേഷം എന്ന സിനിമ ശരിക്കും ആ സിനിമയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. അതെ, അതിനേക്കാൾ ബൈജു എഴുവന്നെ എന്ന് പറയുന്ന നടന് ഒരു ടോട്ടൽ ചേഞ്ച് ഞാൻ കണ്ടു. കാരണം നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് ബെൻ ജോൺസൺ തൊട്ടാണ്. അപ്പോൾ ഇവിടെ വിശേഷം എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഈ ചേട്ടൻ അനുജൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത്, അത് ശരിക്കും ആ സിനിമ നല്ല ഫണ്ണിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ എന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ടിങ് ആണ്. അതായത് ഒരാൾ ഹീറോ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, അല്ലേ? തീർച്ചയായിട്ടും. അത് കണ്ടന്റ് ആണ് ഹീറോ, സബ്ജക്ട് ഹീറോ, അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാള സിനിമയല്ല ഒരു സിനിമയിലും അങ്ങനെ ഒരു നായകൻ നായിക എന്നുള്ള അത് മലയാള പടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വലിയ ഹീറോസിനെ അങ്ങനെ ഭീകരമായി ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഇപ്പം ബോളിവുഡ് അല്ലെങ്കിൽ ഹോളിവുഡ് പോകുമ്പോൾ നമുക്ക് ഹീറോസ് ആണ് കൂടുതലും, സൂപ്പർ സ്റ്റാർസ്. പക്ഷെ നമ്മൾ മലയാളം ഭയങ്കര ഫോർവേഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോഴും കണ്ടന്റ് ആണ്, നമ്മളെപ്പോഴും സിനിമയാണ് സ്നേഹിക്കുന്നത്. ഇപ്പൊ വിശേഷമാണെങ്കിൽ പോലും ഇപ്പൊ 4ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു. അതുകൊണ്ട് വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്ക് ഒരുപാട് ചെറുപ്പക്കാർക്ക് പുതിയ പുതിയ സബ്ജക്റ്റുമായിട്ട് വരാനൊരു ധൈര്യം എന്ന് വെച്ചാൽ കണ്ടന്റ് ആയിട്ടൊരു സാധനം മതി. അല്ല, അങ്ങനെ വരുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ക്യാരക്ടർ റോള് ലീഡ് പോലത്തെ പരിപാടി ഇപ്പൊ വിശേഷം ഇറങ്ങിയ പിന്നെ ഒരു 2-3 സബ്ജക്റ്റ് ഞാൻ ഇപ്പൊ മോളുടെ കല്യാണം 17th ആയതുകൊണ്ടിട്ട് ഞാൻ സബ്ജക്റ്റുകളൊന്നും കേൾക്കുന്നില്ല. അവരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ആ സിനിമയിലെ നോട്ട് ഹീറോ, അതിലൊരു ലീഡ് ക്യാരക്ടർ. അപ്പോൾ ലീഡ് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതെനിക്ക് 100% വിശേഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷമാണ് ഇത്രയും ക്യാരക്ടർ റോളിലേക്ക് എന്നെ വിളിക്കുന്നത്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത സമയത്തും എനിക്ക് ഏകദേശം ഒരു 10 സിനിമകളും പടപടയെന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ റോളിലോട്ട് ഞാൻ. അതുപോലെ തന്നെ ട്രാഫിക് ബൈജുവിന്റെ ഒരു സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയൊരു സിനിമയാണ്. തീർച്ചയായിട്ടും. കാരണം ആ ഒരു വളരെ ദ്രുതഗതിയിൽ പോകുന്ന ആ പ്ലോട്ടിനെ ഒരു തലത്തിൽ കൊണ്ടുപോയിട്ട് ട്വിസ്റ്റ് ചെയ്ത് വിടുന്നത് ഒരു വലിയ പങ്ക് പിന്നെ ബൈജുവിൻ്റെ ക്യാരക്ടറിനുണ്ടായി. അത് ഭയങ്കര രസം. ഒരു തിയേറ്ററിൽ ഒരു ഇതുണ്ടായി. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബൈജുവിന് കുറേ നല്ല കഥാപാത്രങ്ങൾ ഇനിയും നല്ലത് കിട്ടേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബൈചേട്ടന്റെ കാലഘട്ടം തുടങ്ങാൻ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെച്ചാൽ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് എനിക്ക് വീണ്ടും പറഞ്ഞിരുന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബൈചേട്ടൻ ആ റോളിൽ കാണുമ്പോൾ. കാരണം നമ്മൾ പണ്ട് ബാബുരാജ് ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് നമുക്ക് അവർക്കൊരു ഭയങ്കര ഷിഫ്റ്റ് ഉണ്ട്. ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ റോളോടുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് ആ മറ്റേ പിള്ളേർ നിങ്ങളുടെ ആ ബോണ്ടിങ്, പിന്നെ ആ പിള്ളേരെ തമ്മിലുള്ള ആടി ചേട്ടൻ എല്ലാ രീതിയിലും ഒരു സിനിമയിൽ തന്നെ ചേട്ടൻ ആ ഒരു സീരിയസ്നെസ് വന്നു. എന്നാൽ സീരിയസ് കോമഡി ആയിട്ട് പറയുന്നത് മറ്റേ നമ്മുടെ ബാൽക്കണി എന്നിട്ട് ചോദിക്കത്തില്ല മറ്റേ ആദ്യ രാത്രിക്ക് കയറി പോകുന്നതിന് മുമ്പ്. അതിനുശേഷം മറ്റേ പിള്ളേരായിട്ടുള്ളത് എടുത്തു പോക്കിയിട്ട്. അല്ല, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു കുമ്പളങ്ങി നൈറ്റ്സിൽ എനിക്കൊരു പെർഫോം ചെയ്യാൻ ഒരു ഇമോഷണൽ സാധനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇമോഷണൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള സീനുണ്ട്, ഹാപ്പി ആയിട്ടുള്ള സീനുണ്ട്, കോമഡി സീനുണ്ട്, ചേർത്ത് പിടിക്കുന്ന സീൻ. ഒരു ആർട്ടിസ്റ്റിന് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കിയിട്ടാണ് ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ആനന്ദ് മധുസൂദനൻ, നമ്മൾ ഇതിനകത്ത് എൻ്റെ ബ്രദറായിട്ട് ചെയ്തിരിക്കുന്ന ഷിജു എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന, അതുപോലെ സൂരജ് ടോം, ഇവർ 2 പേരും ഒരു ആർട്ടിസ്റ്റിനെ വേണ്ട എല്ലാ സാധനവും ചേർത്ത് വെച്ചിട്ട് എനിക്ക് തന്നൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇത് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ആയിരുന്നു ഇവർ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിലേക്ക് എത്തപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് സമയം നല്ലതാവുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബൈചേട്ടൻ്റെ ഇനി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തുടക്കം ഇതിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞ തന്നെ
എനിക്ക് ബൈചേട്ടൻ ചിലപ്പോൾ തുടക്കം ഇവിടുന്നായിരിക്കും. ആയിരിക്കും. 31 വർഷം എന്ന് പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു വലിയ കാലഘട്ടമായിരിക്കാം. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ 33+ ഒരു ധനുർവേദം കൂടെ കൂട്ടിയ 35 വർഷമായി ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. ഞാൻ വേറെ ബിസിനസ്സിലേക്ക് ഒന്നും പോയില്ല. സിനിമയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും ബൈജുവിന് വേണമെങ്കിൽ ഒരു മുതലാളിയായിട്ട് തിയേറ്റർ, രേഖ തിയേറ്റർ, പിന്നെ സാനിയ തിയേറ്ററുകളൊക്കെ നോക്കി ഒരു മുതലാളിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാവുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ബൈജുവിനെ തൊട്ടപ്പോൾ ഉള്ള എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഭയങ്കര പാഷനാണ്. സിനിമ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എന്തും, അതായത് ഞാൻ എന്നെ ഒരു പ്രാവശ്യം വീഡിയോ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ രാഷ്ട്രം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പം ഇദ്ദേഹത്തിന് ചെമ്മീൻ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം രാവിലെ ചെമ്മീൻ്റെ കറിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് ഊണൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഊണ്, ചെമ്മീൻ ഫ്രൈ കാര്യങ്ങൾ, പിന്നെ ചെമ്മീൻ കുറേ ഐറ്റംസ് ഉണ്ട്, മീൻ എല്ലാം ഉണ്ട്, അതെല്ലാം കഴിച്ചു. അപ്പോൾ ഈ ചെമ്മീൻ ഇവരുടെ ഒരു മെയിൻ സാധനമാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പോകാമെന്നുള്ള പ്ലാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോകാം. എന്നാൽ പിന്നെ അതുകൂടെ കഴിച്ചിട്ട് ആകുമ്പോൾ ചായ വന്ന് ഒരു ചെമ്മീൻ്റെ കട്ട്ലറ്റും. ഇല്ല, അത് സീരിയസ്ലി അത് ഞങ്ങളുടെ വീട്ടിൽ ചെമ്മീൻ ഇല്ലാത്ത ഗുഡ് ഫ്രൈഡേക്കും നമ്മൾ എന്നാലും തിരുവോണത്തിനും മാത്രമേ ചെമ്മീൻ ഇല്ലല്ലോ. കാര്യം ഞങ്ങൾക്ക് ചെമ്മീൻ മസ്റ്റായിട്ടും വേണം. അല്ല, ഇത് ലൊക്കേഷനുകളിൽ ഒരുപാട് തവണ ഈ നല്ല ചെമ്മീൻ്റെ ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ രാഷ്ട്രത്തിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങള് ഇപ്പോഴേ കാരണം വിവിധ തരം അനിൽസി മേനോൻ അങ്ങനെ എല്ലാവരും കൂടെ ഇത് കഴിക്കലാണ് മെയിൻ പരിപാടി. വൈകുന്നേരം ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാലേ ഞാനും ഈ ഷിജുവും വർക്ക് ചെയ്ത രാഷ്ട്രം. അപ്പോൾ അതിനകത്ത് ഞാൻ ഭദ്രൻ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ കൂടെ ത്രൂ ക്യാരക്ടറാണ്. സുരേഷ് ഏട്ടൻ കഴിഞ്ഞാൽ പിന്നെ ആളുടെ കൂടെ അതിൽ എന്താ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഞാനാണ് അതിൻ്റെ ഡയലോഗ് എഴുതുന്നത്. ഞാനൊരു പിന്നെ ഗോസ്റ്റ് റൈറ്റർ ആയിരുന്നു ആ സിനിമയുടെ. അപ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ട് എഴുത്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടൻ, അപ്പം ഇദ്ദേഹത്തിന് അവിടെ ഞങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാൾ കൂടെയാണ്. അപ്പം നമ്മൾ ആ ക്യാരക്ടറിന് എന്തൊക്കെ വരാമോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഡയലോഗുകൾ കൂട്ടുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ഇതെല്ലാം ലൊക്കേഷൻ എല്ലാം വായിച്ച് ഇദ്ദേഹം എല്ലാം റെഡിയായിട്ട് നിൽക്കുകയായിരിക്കുമ്പോൾ സുരേഷ് ഏട്ടൻ വന്ന് ഈ ഡയലോഗ് വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യും, ബദലിൻ്റെ ഡയലോഗ് അല്ലേ ഇത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളാം. അപ്പോൾ ബൈജു നിന്നൊരു നിപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ഡയറക്ടറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പുള്ളി അത് ഒരു താല്പര്യപ്പെട്ടിട്ട് അത് ആ ഡയലോഗ് പുള്ളി അങ്ങ് പറയുകയാണ്. മനസ്സിലായി? ഓർമ്മയുണ്ട്. കീർത്തിയേക്കര എന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. അതിൻ്റെ റൈറ്ററും ഷിജു ആണ്. അപ്പോൾ ഷിജു ഇങ്ങനെ ഒരുപാട് ഡയലോഗ്സ് എനിക്ക് എഴുതും. കാര്യം ഞാനുണ്ട്, ഷമ്മിയുണ്ട്, പിന്നെ ജീവയുണ്ട്, ബിജു മനോൻ, പിന്നെ സന്തോഷ് ചോക്കി. അപ്പൊ എല്ലാം കമാൻഡോസ് ആണ്. അപ്പോൾ ഇവര് എന്നെ കമാൻഡ് ആക്കിയത് ഞാനും മേജറും ഷിജു ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത്. എപ്പോഴും മേജർ പറയും, നിന്നെ പോലത്തെ ഒരു കമാൻഡോ ഒരിക്കലും ഇല്ല, ഈ വണ്ണവും കാര്യങ്ങളും എല്ലാം വെച്ച് അങ്ങനെ കമാൻഡോ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ ഡയലോഗ് എഴുതുമ്പോൾ ഞാൻ പഠിച്ചു വെക്കും ഷിജു ഡയലോഗ് എഴുതുന്നത്. അപ്പോൾ മേജർ വന്നിട്ട് ഇത് ബൈജു, ഇത് എല്ലാ ദിവസവും എല്ലാ സീനിലും ബൈജു തന്നെയാണല്ലോ പുള്ളി ഡയലോഗ്, അത് വിട്ടു. അപ്പോൾ രാത്രി ഷിജു ഇത് വേറെ കോമഡി ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം എന്നോട് പറഞ്ഞ രവിയേട്ടൻ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മളൊന്നും ഇല്ലാത്തൊരു സീനിൽ ബൈജുവിനെയും ശ്വേതാമേനോനെയും ഒരു കുഴിയുടെ ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇവരെ ലവേഴ്സ് ആക്കിയിട്ടൊരു സാധനം വർക്കൗട്ട് ചെയ്യുക. ഞാൻ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങെടുത്ത് ഷൂട്ട് ചെയ്തു, സാധനം ഷൂട്ട് ചെയ്തു, പക്ഷെ അതും എഡിറ്റിൽ പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലാലേട്ടൻ, ജീവ, ബിജു മേനോൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏത് ക്യാരക്ടേഴ്സും വേണമെങ്കിൽ ഇവരോടുള്ള സൗഹൃദം. കാര്യം ഞാൻ ആ പ്രോജക്റ്റിൽ ഷിജുവിനെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മേജർ അപ്പം അവിടെ വരും. അവിടെ നിന്ന് രാഷ്ട്രീയ കീർത്തിയിലേക്ക് ഷിജുവിനെ അന്ന് മേജർ റിവ്യൂ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ബൈജു ആണ്. അപ്പോൾ എനിക്ക് വണ്ടി കയറ്റി വിടുന്ന പോലും ബൈജുവിൻ്റെ ചിലവിലാണ്, പ്രൊഡക്ഷൻ ചിലവിലല്ല.
എനിക്ക് അത് ഭയങ്കര ഇതാണ്. കാരണം വെച്ചാൽ ട്രെയിൻ വരുന്നു, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ലോറി വീണ്ട് റോഡ് ബ്ലോക്ക് മൊത്തം പ്രശ്നമായി. ബൈജു പറഞ്ഞ് കാർ പിടിച്ച് പോരാൻ പറഞ്ഞു. നേരെ കാർ പിടിച്ച് ഇവിടെ വരുന്നു. ബൈജു വേറൊരു സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് റെഡിയാക്കി കൊടുത്തിരിക്കുന്നു. എനിക്ക് ട്രെയിനിലുള്ള പൈസയും കൂടെ വേറെ സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് എന്നെ കയറ്റി മദ്രാസിന് വിടുകയാണ്. അത്രയും ചെയ്ത ഒരാളാണ്. അതെ, മദ്രാസ്. അവിടെ നിന്നാണ് പിന്നെ ഇവര് പിന്നെ ശ്രീനഗറിലേക്ക് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എഴുതി അവിടെ അല്ലല്ല, ഞാന് അങ്ങനെ ഞങ്ങള് ഭയങ്കര കോമഡി കഥകളാണ്. പക്ഷെ നമ്മൾ ബോംബെയിൽ പോയ കീർത്തിയേക്കറൊക്കെ ഭയങ്കര ഒരുപാട് അനുഭവം തന്ന സിനിമ. ലാലേട്ടനെ പറ്റി കൂടെയുള്ള എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹമാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ആള് ഞങ്ങള് 35 ദിവസം ഞാന് ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ഞാൻ സെൻട്രലായിരിക്കുന്ന, ഇവിടെ ലാലേട്ടൻ, ഇപ്പുറത്ത് ഷമ്മി തിലകൻ. ഞങ്ങൾ കമാൻഡേഴ്സാണ്. ഞങ്ങൾ ഈ 25-30 ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര. ഒരു ആർമഡ ഇതിൽ. പിന്നെ ഫ്രണ്ടിൽ പൈലറ്റ്, മറ്റേ ഇവരുടെ പൈലറ്റ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, NSGയുടെ. അപ്പോൾ ആ 30 ദിവസം ഭയങ്കര സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ 80 ദിവസം ലാലേട്ടനോടൊപ്പം എല്ലാ സീനിലും ഉണ്ട്. ഒരു ഷോട്ടിൽ ഇല്ലാത്ത 2-3 സീനേ ഉള്ളൂ. ബാക്കി എല്ലാ ഷോട്ടിലും ഞാൻ ലാലേട്ടനും കോമ്പിനേഷനാണ്. പുള്ളിയുടെ ഡ്രൈവറാണ് ആ ക്യാരക്ടർ. അതിനകത്ത് റാംബോ രണ്ടുപേര്. പക്ഷെ ഞങ്ങള് ലാസ്റ്റാണ് ഞങ്ങള് ED ക്യാരക്ടേഴ്സാണ് അതിനകത്ത്. അങ്ങനെ ഒരു അന്വേഷണമായിട്ട് വന്നിരിക്കുന്നത്. ബോഡി ഗാർഡായിട്ട് ഞങ്ങൾ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ പോലും ഉദയകൃഷ്ണ ബി ഉണ്ണികൃഷ്ണൻ്റെയാണ് സിനിമ. ആ സിനിമയിൽ പോലും ഈ ഗോപൻ എന്ന് പറയുന്ന ആളായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന റാംബോ എന്ന് പറയുന്ന ക്യാരക്ടർ. എൻ്റെ ക്യാരക്ടറിനോടാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ, പുള്ളി വെളിയും കാര്യങ്ങളും ഒക്കെ അല്ല. അതിനകത്തൊരു ഹീറോയിൻ ക്യാരക്ടർ അങ്ങനെ ആ പടത്തിൽ അങ്ങനെ ഇല്ല. അതിനകത്ത് ആ സിനിമ കണ്ടാൽ അറിയാം. എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ റാംബോ തന്നെയാണ്. അപ്പോൾ 80 ദിവസം പുള്ളിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഒളിമ്പ്യൻ അന്തോണി ആദം, ഇവിടം സ്വർഗമാണ്, മാന്ത്രികം, എല്ലാം പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്ത സിനിമകളാണ്. ഇവിടം സ്വർഗങ്ങളിലൊക്കെ അത്രയും ക്ലോസ് ആയതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ലാലേട്ടൻ, മമ്മൂക്ക, ആരോടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഇഷ്ടം, കുറച്ച് കൂടുതൽ ഇഷ്ടം ഭയങ്കര നമുക്ക് നമ്മളിപ്പോ കൂട്ടുകാർ തമ്മിലിരിക്കുന്ന കുറെ തമാശകൾ അല്ലെങ്കിൽ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകത്തില്ലേ, അങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റിയ തമാശകളൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ലാലേട്ടൻ തന്നെയാണ്. മമ്മൂക്ക അങ്ങനെ തമാശ പറയില്ല എന്നല്ല, മമ്മൂക്ക തമാശയും കാര്യങ്ങളും എല്ലാം പറയും. ഇപ്പൊ ഞാൻ 165-170 ദിവസത്തോളം 3 സിനിമയായിട്ട് മമ്മൂക്കയുടെ ഒപ്പം ഉണ്ടായിരുന്നു. മാമാങ്കം 2 മാമാങ്കത്തിൽ ഞാനുണ്ടായിരുന്നു. ആദ്യം മുടങ്ങിപ്പോയാലും. അപ്പോൾ ഏകദേശം അതൊരു 50-52 ദിവസം അതിൽ വർക്ക് ചെയ്തു. മധുരരാജ 56 ദിവസം വർക്ക് ചെയ്തു. 50 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ 102. അടുത്തത് കണ്ടിന്യൂസ് ഷൂട്ടാണ്. പിന്നെ അടുത്തത് നമ്മുടെ പിഷുവിൻ്റെ ഗാനഗന്ധർവൻ. അതിൽ പുള്ളിക്കാരൻ മമ്മൂട്ടി സിംഗർ, ഞാൻ കീബോർഡിസ്റ്റ്, മനോജ് കെ ഡ്രം. അപ്പൊ അതും ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അപ്പൊ 150 ദിവസമൊക്കെ പുള്ളിയുടെ ഒപ്പം പടത്തിലും ഉണ്ട്, ഒപ്പം കൂടെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യം. പിന്നെ മമ്മൂക്ക വന്നു. ഞാൻ എല്ലാവരും വിളിച്ചില്ല. ഞാനൊരു 10 പേരെയാണ് മോളുടെ എൻഗേജ്മെന്റ്. ആദ്യ കാർഡ് കൊടുക്കുന്ന മമ്മൂക്കയ്ക്കാ. കാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞു, മമ്മൂക്ക കറക്റ്റ് ടൈമിൽ എത്ര മണിക്കാണ് ടൈം എത്തണ്ടേന്ന് നോക്കി ആ കൃത്യസമയത്ത്. ചിലപ്പോൾ മമ്മൂക്ക 9:30ക്കാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ അതും ഷൂട്ട് നടക്കുന്ന സമയത്താണ്. മമ്മൂക്കയുടെ പുതിയ പടം ഗൗതം മേനോൻ്റെ പടത്തിൻ്റെ ഷൂട്ട് നടക്കുക. മമ്മൂക്ക തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ആ സെറ്റിൽ നിന്ന് കൃത്യം ടൈമിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ആ ഒരു സമയത്ത് വരുമെന്ന്. അപ്പോൾ അതെനിക്ക് എന്താ പറയുക, കൂടുതൽ മമ്മൂക്ക അങ്ങനെയാണ്. കാര്യം മമ്മൂക്കയും ഞാനും ഒരു 70 തരകം മുതലുള്ള ഒരു സൗഹൃദമാണ്. അനീഷ് മമ്മൂക്കയുടെ ഒപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അണ്ണൻ തമ്പി മുതലുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അന്ന് 70 രേഖ തിയേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് റിലീസ് കിട്ടുന്ന പടം. അതുവരെ BC കാറ്റഗറി ആയിരുന്നു. അന്ന് അണ്ണൻ തമ്പി മുതൽ ഒരു 5-6 പടം. അപ്പോൾ ഫാൻസുമായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഫസ്റ്റ് ഇൻട്രോ സീൻ ഞാൻ ഫോൺ ചെയ്യും മമ്മൂക്കനെ. എന്നിട്ട് ഈ ക്ലാപ്സും ബോളും ഒക്കെ എല്ലാം മമ്മൂക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത്രയും ബന്ധമാണ്. അവിടെ വീട്ടിൽ ചിലപ്പോൾ ഫിഷും ഫുഡും ഒക്കെ ആയിട്ട്
അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ ചെമ്മീനും ഫിഷൊക്കെ അല്ല, അത് അങ്ങനെയല്ല, ഞാൻ കൊടുത്തോന്നല്ല. പുള്ളിക്കാരനെ പുള്ളിക്കാരന് ഇഷ്ടമുള്ള പുള്ളിയുടെ എല്ലാ സിനിമയുടെ സെറ്റിലും പുള്ളിയുടെ സാധാരണ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ടൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ രാജമാണിക്യം ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇദ്ദേഹം നമുക്ക് തരും, നമുക്ക് തരും മീൻസ് ഷാഹിദും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ മമ്മൂക്കയ്ക്ക് വരുന്ന കുറച്ച് ഫുഡ് ഞങ്ങൾക്കും ഞങ്ങൾ കഴിക്കാൻ അതിപ്പോഴും ഉണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് എല്ലാ സെറ്റുകളിലും. ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്കാണെങ്കിൽ അടുത്ത ആളെ അടുത്ത ദിവസം വിളിച്ചിരുത്തും ഓരോരുത്തരെ, അങ്ങനെ എല്ലാവർക്കും തന്നെ കൊടുക്കും. പിന്നെ മമ്മൂക്ക ഷൂട്ട് പാക്കപ്പിന് മുമ്പ് എല്ലാവർക്കും ഒരു മട്ടൻ ബിരിയാണി പുള്ളി തന്നെ ഫസ്റ്റ് രാജമാണിക്യ സമയത്ത് ബർത്ത്ഡേ ആയിരുന്നു. അതെ അതെ അതെ, ബർത്ത്ഡേ അല്ല, ഇത് എല്ലാ സെറ്റിലും പുള്ളിയുടെ വക അങ്ങനെ എല്ലാവർക്കും ഓൾ യൂണിറ്റ് അടക്കം എല്ലാവർക്കും കൊടുക്കും. ആ മട്ടൻ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ട്. ഇപ്പം ചേട്ടൻ വന്ന കാലഘട്ടം ഇത് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം പുതുതായിട്ട് നിൽക്കുന്ന കുറേ പേര് കാണും ഇങ്ങനെ അഭിനയിക്കാൻ, നമ്മൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെപ്പോലെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്താണ് ചേട്ടന് ഞങ്ങൾക്ക് തരാനുള്ള ഒരു അല്ല, ഇന്നിപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് പുതിയതായിട്ട് അഭിനയിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ സിനിമകളിലും ഇപ്പോൾ പണ്ടത്തെ സിനിമയെ പോലെയല്ലേ, ഇപ്പോൾ വരാൻ പോകുന്ന എല്ലാ സിനിമയിലും ഓഡീഷനുണ്ട് അല്ലേ. ഓഡീഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ മാക്സിമം ഒരു ക്യാരക്ടർ കിട്ടിയാൽ, ഇപ്പം ഞാനൊരു സിനിമ റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ, എബ്രേഡ് ഷൈൻ പുള്ളിയുടെ സ്ക്രിപ്റ്റും ആനന്ദിനി മധുബാല അല്ലേ അതിൻ്റെ ഡയറക്ടർ, പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ സിനിമ ഇതുപോലെ ഓഡീഷനെല്ലാം ചെയ്ത് അതിൽ അഭിനയിക്കേണ്ട ആൾക്കാർ വേറെയായിരുന്നു. ലാസ്റ്റ് ഒരു ഷൂട്ട് തുടങ്ങി 5 ദിവസം കഴിഞ്ഞപ്പോൾ അതിലെ ചില ക്യാരക്ടേഴ്സ് ഞാൻ പോയി ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം ഉള്ള 2 ജോജിയൊക്കെ ഞങ്ങൾ ജോജിയൊക്കെ അങ്ങനെ ചെയ്ത വലിയ ക്യാരക്ടറാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അവസരം കിട്ടുമ്പോൾ ഓഡീഷനിൽ പോയി നമ്മൾ അതിൽ വിന്നായാലും നമ്മൾ മാക്സിമം ആ ക്യാരക്ടർ മനസ്സിലാക്കിക്കൊണ്ട് മാക്സിമം ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എത്തപ്പെടണം. പിന്നെ രണ്ടാമത് മാക്സിമം നല്ല സിനിമകളെല്ലാം, നോട്ട് മലയാളം മാത്രമല്ല, ഒരുപാട് ഭാഷകളിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. സിനിമകൾ കാണണം. എന്താണ് ആക്ടിങ് ഇന്നത്തെ, അല്ലെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെ ബിഹേവ് ചെയ്യണം ഇതൊക്കെ പഠിക്കണം. പഠിച്ച് അത്രയും ഇതെല്ലാം നിസ്സാരമായിട്ട് വരാൻ പറ്റുന്നതല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആക്ടർ ആവണം എന്നുള്ള ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു 10 പേരോട് ചാൻസ് ചോദിച്ച് കിട്ടുന്നില്ല, 11ാമത് ഞാൻ വേറെ ജോലിക്ക് പോയിട്ട് പിന്നെയും കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഞാനത് സിനിമ എന്നെങ്കിലും ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞുള്ള വിശേഷം എന്നുള്ള സിനിമ ചേട്ടൻ്റെ കരിയറിലെ ഏറ്റവും ദ ബെസ്റ്റ് ക്യാരക്ടറാണ് സുഭാഷ് എന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ ഗുണ്ടാവേഷം ചെയ്തിട്ടുണ്ട്, പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ബടൻ വേഷം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, അയ്യോ എനിക്ക് ഇനി ഇങ്ങനെ തന്നെ കിട്ടത്തുള്ളൂ, ഞാനങ്ങ് മാറിയേക്കാമെന്ന് ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ വിശേഷത്തിൽ ഈ പറയണ സുഭാഷ് ഭക്തനായിട്ട്, അല്ലെങ്കിൽ കൊമ്പളങ്ങി നൈറ്റ്സിലെ ചിറ്റപ്പനായിട്ട്, അല്ലെങ്കിൽ മൈ നെയിം ഈസ് അഴകനിലെ അളിയനായിട്ട് ഒക്കെ ഭയങ്കര ക്ലാപ്സ് കിട്ടിയ ക്യാരക്ടറാണ്. ഉപചാരപൂർവ്വം ഗുണ്ടാ ചെയ്യാനുള്ള സോളമൻ പോലീസായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 300+ സിനിമകൾ കഴിഞ്ഞു, എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി അടക്കം എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാനപ്പോൾ ചിന്തിക്കുകയാണ്, അയ്യോ എനിക്കിപ്പോൾ ചെറിയ റോളാണല്ലോ, നമ്മൾക്ക് സമയം വരും. അതിന് ഒരു വലിയ ഉദാഹരണമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ആലപ്പുഴയിൽ പരിചയം ഉണ്ടായിരുന്ന നല്ല ആർട്ടിസ്റ്റായിരുന്നു പുള്ളി. സ്റ്റേജിൽ നല്ല ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറൊരു നടനായ സുഹൃത്ത് ബ്രദേഴ്സിൽ പിന്നെ ജോലി ചെയ്യുന്നു. എൻ്റെ ബ്രദേഴ്സില്ലേ, ഹോട്ടൽ ബ്രദേഴ്സ്. അപ്പോൾ പുള്ളി ഫാസിൽ അവിടെ സ്ഥിരമായിട്ട് എഴുതാൻ വരുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തിനൊരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫാസിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാസിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന്. പക്ഷേ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഇവർ രണ്ടുപേരും കൂടെ ചെന്നപ്പോൾ പറഞ്ഞ പോലെ ഞാനന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇതാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ ഈ നല്ല വേഷങ്ങളെല്ലാം തീർന്നിനി, ചെറിയ 1-2 സാധനങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എങ്കിൽ ശരി വലിയ വേഷം വരുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് പോന്നു. പക്ഷെ പുള്ളിക്ക് പിന്നെ ജീവിതത്തിൽ അഭിനയിക്കാനേ പറ്റിയിട്ടില്ല. അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ കൊല്ലം മരണപ്പെടുകയും ചെയ്തു. അതായത് അന്ന് ഫാസിലുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി ആ ചെറിയ റോൾ ചെയ്യുന്നെങ്കിൽ അടുത്ത സിനിമയിൽ
ഒരു എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ കണ്ട ഫാസിൽ അതിനെ വേറെ രീതി കൊണ്ടുവരും. തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നും നിങ്ങളത് ചെയ്തത് നല്ലതാണ്. കാരണം വെച്ചാൽ ഒരു ചെറിയ വേഷം പോലും സിനിമയിൽ അഭിനയിക്കാനാണോ അല്ലെങ്കിൽ അത് കളയരുത് എന്ന് പറയുന്ന നല്ല പോയിൻ്റാണ് നിങ്ങൾ ജീവിതത്തിൽ കാണിച്ചിരിക്കുന്നത്, ബൈജു കാണിച്ചത്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് അയാൾക്ക് പിന്നീട് ഒരു സിനിമയിലും അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ അയാൾ നല്ലൊരു ആക്ടർ ആയിരുന്നു എന്നുള്ളത് എനിക്കും അറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ചെറിയൊരു വേഷം മേജർ രവിയുടെ പടത്തിൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വേഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതിൽ അഭിനയിക്കാൻ നന്നാക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ വരണ്ടേ, എല്ലാം ഒത്തു വരണ്ടേ. പക്ഷേ ആ ഒരു ചെറിയ സാധനം നമ്മളിൽ നിന്നുള്ളതല്ല, ഫാസിലുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇന്ന് മലയാള സിനിമയിലെ നല്ലൊരു നടനായി മാറിയേനെ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ നെടുന്തൂണായിട്ട് ഒരു കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച ബൈജു എഴുവന്നയുടെ ജീവിതത്തിൽ നല്ല സിനിമകളിൽ ഒന്നായി മാറിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി. അപ്പോൾ അത് തുടർന്നുള്ള സിനിമകൾ ഒരുപാട് കിട്ടട്ടെ എന്ന് ഞങ്ങൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. അത് സംഭവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു നല്ല സമയമാണ്, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ഞാൻ സൂരജ് തന്നെ താങ്ക് യു സൂരജ്, ആനന്ദ്, അതുപോലെ ഇനി വരാൻ പോകുന്ന സിനിമകളിലൊക്കെ എന്നെയും അതുപോലെ എനിക്ക് അഭിനയിക്കാനായിട്ട് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നമ്മളൊക്കെ കിടന്നുപോയ ആൾക്കാരെ, പെട്ടുപോയ ആൾക്കാരെന്ന് പറയില്ലേ, ക്യാരക്ടറിലോട്ട് അയാൾ ഗുണ്ട ചെയ്താൽ മതി, അയാൾ പോലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതില്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഈ സിനിമ ഒരു ഡയറക്ടർ കണ്ട 100% എനിക്ക് അങ്ങേരുടെ അടുത്ത സിനിമയിൽ ഒരു നല്ല ചാൻസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോളിലോട്ട് കയറാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെയൊക്കെ സിനിമയെ മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അത്രയും നിൽക്കുന്ന നല്ല കഥാപാത്രങ്ങൾ തരിക, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രേക്ഷകരുണ്ടെന്നുള്ള 100% ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു. നിർത്തല്ലേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചേട്ടൻ ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് കാണുമെന്ന്. പക്ഷെ നമ്മളാരും മറക്കാത്ത കാര്യം ചേട്ടൻ്റെ ചിലവ് മറക്കണ്ട. താങ്ക് യു സോ മച്ച് ചേട്ടാ, ഞങ്ങളോട് കുറച്ച് സമയം ചിലവിട്ടില്ല, ഭയങ്കര സന്തോഷം. ഞങ്ങൾ കാണാൻ കൊതിക്കുന്നു ഇനി ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.